ലിവർ ഫ്രൈ, എരുന്ത് ഫ്രൈ. ലിവർ ചിക്കനാ? അല്ല, ചിക്കൻ ലിവർ. പാർട്സ്, ചിക്കൻ കറി, പൂളക്കറി, ഗ്രീൻ പീസ്, മുട്ടക്കറി, മത്തി, അയില. എനിക്ക് ലിവറും പത്തിയാണ്. നമ്മൾ കോഴിക്കോട് തണ്ണീർപ്പന്തലുള്ള ഹോട്ടൽ രാജ് കേട്ടോ, ഒരു പഴയ നാടൻ ഹോട്ടലാണ്. ഒരു സ്പെഷ്യൽ ഐറ്റം കിട്ടും. അപ്പോൾ അതൊക്കെ കഴിച്ച് അങ്ങനെ വീഡിയോസ് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോവാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. പിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ അടിച്ച് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല വീഡിയോയിലേക്ക് കിടന്നാലോ. നമ്മളിവിടെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല എരുന്ത് റോസ്റ്റ് കിട്ടുന്നൊരു ഹോട്ടലാണിത്. അപ്പോൾ നമ്മൾ മുന്നേ ഒരു തവണ വന്ന് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗിരീഷ് ചേട്ടൻ, ഉപ്പരാണ് എല്ലാ പരിപാടി കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു ചെറിയ ഫുഡ് സ്പോട്ടാണ്, പക്ഷെ ഒരുപാട് ഐറ്റംസ് കിട്ടും. ഉണ്ടല്ലോ, ഒരു നാടൻ രീതിയിൽ പുട്ട്, പൊറോട്ട, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ കുറേ അധികം കറികളുണ്ട്. എന്തൊക്കെയാണെന്ന് ഉപ്പരോട് നമുക്ക് ചോദിച്ചു നോക്കെ. എരുന്ത് ഫ്രൈ. ലിവർ ചിക്കനാ? അല്ല, ചിക്കൻ ലിവർ. പിന്നെ എരുന്ത് ഫ്രൈ, പാർട്സ്, ചിക്കൻ കറി, പൂളക്കറി, ഗ്രീൻ പീസ്, മുട്ടക്കറി, മത്തി, അയില. എനിക്ക് ലിവറും പത്തിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കിച്ചണിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാട്ടോ. ഇത് കണ്ടില്ലേ, ഇത്രയും കറികൾ ഇവിടെ സെറ്റാണ്. ചെറിയ ഫുഡ് സ്പോട്ട് ആണെങ്കിലും ഒരുപാട് കറികൾ. അതിപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് മീനൊക്കെ കുറവാണെന്നും പറഞ്ഞു. പിന്നെ ഉള്ളിലേക്ക് പോയപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ചോറിൻ്റെ പണി അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ പൊറോട്ട ഇല്ലാത്തൊരു പരിപാടി ഇല്ലല്ലോ. അതിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ പൊറോട്ട അടിച്ചുകൊണ്ടേ കണ്ടിട്ട് നല്ല നാടൻ പൊറോട്ട. ഈ അടിക്കുന്നത് നോക്കി നിൽക്കാൻ തന്നെ ഒരു രസമല്ലേ. ഈ ഒരു കറി നമ്മൾ നേരത്തെ കണ്ട പൊറോട്ടേൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് കഴിക്കുന്നൊന്ന് ആലോചിച്ച് നോക്കിയല്ലേ, എന്ത് രസമായിരിക്കും. ആ പൊറോട്ട ഇങ്ങനെ മുങ്ങി നന്നായി നനഞ്ഞ് കുളിഞ്ഞ് ഈ ഒരു ചാറിൽ മുക്കിയിട്ട് അടിപൊളി. പിന്നെ വേറൊരു സാധനം കാണിച്ചു തരട്ടതാ, നല്ല തേങ്ങ വറുത്തരച്ചിട്ടുള്ള കോഴിക്കറി. ഇത് നല്ല ഉച്ചയ്ക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ കിട്ടും കേട്ടോ. ഇവിടെ നെയ്ച്ചോറാവുന്നുള്ളൂ, അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. പൊറോട്ടേനൊക്കെ സെറ്റ് സാധനമായിരിക്കും കേട്ടോ. പിന്നെ ചോറിനുള്ള കറികളൊക്കെ ഉണ്ട്, നല്ല അടിപൊളി മോര് കറിയില്ലേ കാണാൻ. പിന്നെ തേങ്ങ അരച്ചിട്ടുള്ള മീൻ കറി. ആഴ്ചയിൽ 2 ദിവസം സാമ്പാർ ഉണ്ടാവും. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച മറ്റേ സാമ്പാർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ മീനിൻ്റെ സീസൺ അല്ല ഇപ്പോൾ, അതുകൊണ്ട് മീൻ കുറവാണ്. അയില, മാന്തൊക്കെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നല്ല ചെമ്മീൻ, കൂന്തൽ, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ നാടൻ കറികളായ പൂളക്കറി, മത്തിക്കറി, ഇങ്ങനത്തെ ഒരുവിധ എല്ലാ സാധനങ്ങളും. അപ്പം നമ്മളെ പത്തിരി വന്നിട്ടുണ്ട്, നമ്മളെ ചിക്കൻ ലിവർ റോസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഗ്രേവി, നമ്മൾ നേരത്തെ കണ്ട പാർട്സിൻ്റെ ഗ്രേവി ഇല്ലേ, അതെങ്ങനെയാണ് അവിടെ സെർവ് ചെയ്യട്ടോ. കഴിച്ചു നോക്കട്ടെ. ഇത് ശരിക്കും നമ്മളൊരു ഫോളോവർ സുഹൃത്ത് പറഞ്ഞിട്ടാട്ടെ ഞാനിവിടെ എത്തിയത്. ചിക്കൻ ലിവർ കിട്ടുന്നത് കണ്ട, കാണാൻ അടിപൊളി. അതേപോലെ ഈ പത്തിരിയും കഴിച്ചു നോക്കണമെന്ന് പറഞ്ഞിരുന്നു. നല്ല ചുട്ട പത്തിരി, കാണാൻ തന്നെ ഒരു വൃത്തി. അപ്പോൾ ഞാനൊരു കഷ്ണം എടുത്ത് അങ്ങ് കഴിച്ചിട്ടോ, വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ. അടിപൊളിയായിരുന്നു. ഈ ഒരു പാർട്സിൻ്റെ ടേസ്റ്റ്, ആ ഒരു ഗ്രേവി ഞാൻ ആദ്യം അതിൽ മുക്കിയിട്ടാണ് കഴിച്ചത്. സെറ്റ് സാധനമായിരുന്നു കേട്ടോ. കാണുന്ന അത്ര എരിവൊന്നുമല്ല, നല്ലൊരു ഫ്ലേവറാണ്. കണ്ടില്ലേ ഈ ഒരു ഗ്രേവി, ചിക്കൻ പാർട്സിൻ്റെ ആ ഒരു ഗ്രേവി കേട്ടോ. ഇനി നമുക്കൊരു കഷ്ണം കൂടെ മുറിച്ചിട്ട്, നല്ല കട്ടിയുള്ള പത്തിരി കേട്ടോ, ഒരു കഷ്ണം മുറിച്ചിട്ട് ആ ലിവർ റോസ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. ഒരു കഷ്ണം ഇങ്ങനെ കൂട്ടി ആ ഒരു കറിവേപ്പിലയും മസാല എല്ലാം കൂടി കൂട്ടി ഇങ്ങോട്ട് എടുത്തിട്ട് സാധനം സെറ്റാട്ടോ. ഏകദേശം നേരത്തെ വന്നാലേ കിട്ടുള്ളൂ, ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്ക് തീർന്നു, അത്രയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ ഇത്രയും ബാക്കിയുള്ളൂ. അടിപൊളി ടേസ്റ്റ് കിട്ടും. ആ ഒരു മസാല ഉണ്ട്, ആ ഉള്ളി എല്ലാം കൂടി, ഉള്ളി ഇങ്ങനെ ഓവർ വെന്തലിയാതെ ഒരു ചെറിയൊരു കടി കിട്ടുന്ന ഉള്ളി ഉണ്ടല്ലോ, ആ രീതിയിൽ ആ ഒരു ഉള്ളി കറിവേപ്പിലെല്ലാം കൂടി കൂട്ടിയിട്ട് അത് മാത്രം നേരത്തെ കഴിച്ചോട്ടെ. സാധനം സെറ്റാട്ടോ. ഞാനത് അറിയാൻ നേരം വൈകി ഇവിടെ ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് പത്തിരി എല്ലാം കൊണ്ട് തീർക്കാം. പത്തിരി ഈ ഒരു ഗ്രേവി ഇപ്പോൾ ഇത് ശരിക്കും പൊറോട്ടയ്ക്ക് ആയിരുന്നു, നല്ല സെറ്റാവായിരുന്നു കേട്ടോ. നമുക്ക് എന്ത് വാങ്ങണം എന്നുള്ള ആലോചനയിലാണ്. അപ്പം അങ്ങനെ നമുക്ക് ആ ഷെൽഫിലേക്ക് നോക്കിയപ്പോൾ പത്തിരി അവിടെ ഉണ്ട്. പിന്നെ വെള്ളപ്പവും പൊറോട്ട അകത്തുണ്ടല്ലോ, പക്ഷേ അടിയിൽ നല്ല പുട്ട് കിടക്കുന്നത് കണ്ട്. അത് ഈ ഗ്രേവിക്ക് സൂട്ടാണ്. പ്രാവശ്യം പുട്ട് തരണേ. പുട്ട് അടിപുട്ടെടുത്തോളൂ. ആ പപ്പടം പറഞ്ഞ ഞാനല്ല കേട്ടോ, നമ്മൾ തൊട്ടടുത്ത് നിന്ന് വേറെ ആൾ കഴിക്കേണ്ട മൂപ്പരാണ് പറഞ്ഞത്. പക്ഷേ ഇതിനൊരു പപ്പടം കൂടി വാങ്ങിയാലും ഉഷാറായിരുന്നു. ഞാൻ പക്ഷേ വാങ്ങിയിട്ടില്ല. ഇപ്പോൾ പുട്ട് ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് അടിപ്പുട്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അതിങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ച് വെച്ചിട്ട് നമ്മളെ കോഴിപ്പാട്സിൻ്റെ കറി മെല്ലെ അങ്ങോട്ട് ഒഴിക്കുക. അത് ഇങ്ങനെ ആസ്വദിച്ച് ഒഴിക്കണം കേട്ടോ. അതിങ്ങനെ ഒഴിച്ച് മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ച് ആദ്യം നന്നായിട്ടൊന്നും അങ്ങോട്ട് മിക്സാക്കി വെക്കുക. അതാ അങ്ങോട്ട് മിക്സാക്കിയിട്ട് വെച്ചിട്ട് ഒരു കഷ്ണം ലിവർ മാത്രം അങ്ങോട്ട് എടുത്ത് അതിൻ്റെ കൂടെ അങ്ങോട്ട് കൂട്ടി ഒരു പിടി ഇതാ
അതിങ്ങനെ എടുത്തിട്ട് സെറ്റ് സാധനം കേട്ടോ. എനിക്ക് തോന്നുന്നു പത്തിരിനെക്കാട്ടി പുട്ടിൻ്റെ കൂടെ അടിപൊളിയായിട്ടുണ്ട്. ഒന്നും കൂടി കഴിച്ചു നോക്കാം. അത് മിക്സാക്കുക. ആ ഒരു മസാല എല്ലാം കൂടി കൂട്ടിയിട്ടങ്ങ് പിടിക്കുക. അതിൽ ഇതാ കുറച്ച് മസാലയും ആ ലിവറും എല്ലാം കൂടി ഇങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കണം. അങ്ങോട്ട് നന്നായിട്ട് മിക്സാക്കുക. എന്താ അത്ര സ്പീഡ് ഇത്. അങ്ങനെ മിക്സാക്കിയിട്ട് സെറ്റ് പൊളിയിട്ടു. ആ മസാല പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ട സാധനം. അപ്പോൾ എന്തായാലും അങ്ങോട്ട് തീർക്കട്ടെ. പിന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ 70 രൂപ മറ്റാട്ടോ ചിക്കൻ്റെ ലിവറിന് റോസ്റ്റ് ചേർന്ന് നോർമൽ റേറ്റ്. അപ്പോൾ അതൊക്കെ ബില്ലൊക്കെ കൊടുത്ത് പരിപാടി അവസാനിപ്പിക്കാം. അപ്പോൾ ഇത് ഹോട്ടൽ രാജ നമ്മുടെ കോഴിക്കോട് തണ്ണീർപ്പന്തൽ എന്ന് പറഞ്ഞ കക്കോടി പാൽശ്ശേരി റൂട്ടിൽ അവിടെ തണ്ണീർപ്പന്തൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെ കുറച്ച് ചേച്ചിമാരെയൊക്കെ പരിചയപ്പെട്ട് ഓരൊക്കെ വീഡിയോ കാണിക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം.